പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മരണനേരത്ത് പറയുന്ന അവസാന വാക്ക് എന്നതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരാൾക്ക് പറയാൻ കഴിയുന്നതാണ് അവസാന വാക്ക്. കാരണം ഇതിനു മുമ്പ് അയാൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരവസരം അയാൾക്ക് ലഭിക്കുകയുമില്ല. അവസാന വാക്കുകൾ ഒരാളുടെ ആത്മാവിനെയാണ് അനാവരണം ചെയ്യുന്നത്. അവസാന വാക്കുകൾക്ക് വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. മരണാസന്നനായ വ്യക്തി യാത്ര പറയുന്നേരത്ത് അമൂല്യമായ ഒരു സന്ദേശം എന്ന വിശ്വാസം ബുദ്ധമതത്തിലുണ്ട്. ഒരുവന്റെ മരണസമയത്ത് പോലും ദൈവം അവന് തന്നെ സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള അവസരം നൽകുന്നുണ്ട്. ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ അവിടുത്തെ ഇരുവശങ്ങളിലായി കുരിശിൽ കിടന്ന കള്ളന്മാരെ നോക്കൂ. ഒരുവൻ താൻ ജീവിച്ചതുപോലെ മരിച്ചു. മറ്റേ കള്ളൻ മരണത്തിന്റെ അന്ത്യവിനാഴികയിൽ ആന്തരികമായ പ്രകാശധാരയിൽ ജ്വലിച്ചു. അതുകൊണ്ടാണ് നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണക്കാരനായ വോൾട്ടയർ ജീവിതത്തിന്റെ അവസാന നിമിഷം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദൈവവും മനുഷ്യനും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ അനാഥനായി മരിക്കാൻ പോകുന്നു എന്നാണ്. ന്യൂയോർക്കിലെ ഒരു നിരീശ്വരവാദി 74-ാം വയസ്സിൽ മരിക്കുമ്പോൾ മനസ്സാവപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: ഞാൻ ജീവിച്ചതുപോലെ ജീവിച്ച് ദുരന്തം പ്രാപിക്കരുതെന്ന് ലോകത്തിന് ആര് മുന്നറിയിപ്പ് കൊടുക്കും? സുവിശേഷകനായ D.L. മൂഡിയുടെ മരണം സുന്ദരമായിരുന്നു. മരണക്കിടക്കയിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. ദൈവം തരുന്നിടത്തോളം കാലം ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ്. എന്നാൽ ദൈവം വിളിക്കുന്ന സമയമായെങ്കിൽ എനിക്ക് പോയേ തീരൂ എന്നായിരുന്നു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്. ഇതാ ഇന്ന് എൻ്റെ വിജയദിനം, ഇതാ ഇന്ന് എൻ്റെ കിരീടധാരണ ദിവസം. ഇതിനു വേണ്ടി എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നു. ദൈവത്തോട് അങ്ങനെ സംസാരിച്ച് മൂടി താഴ്വരകളും മരണവുമില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി. ശിരച്ഛേദത്തിന് ഒരുങ്ങുമ്പോൾ ആരാച്ചാരോട് എൻ്റെ ശിരസ് വേർപെടുത്തുമ്പോൾ എൻ്റെ താടിക്ക് പരിക്കൊന്നും പറ്റരുത്, പാവം താടി എന്തു പിഴച്ചു എന്ന് ചോദിച്ച് മരണത്തെ സ്വീകരിച്ച വിശുദ്ധനായിരുന്നു തോമസ് മോർ. വറചട്ടിയിലിട്ട് തന്നെ പൊരിക്കുന്നവരോട് വിശുദ്ധ ലോറൻസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഒരു പുറം നന്നായി വെന്തിട്ടുണ്ട്, ഇനി മറ്റേ പുറം വേവാനായി മറച്ചിടുക എന്നായിരുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഞാൻ എന്തായിരിക്കും പറയുക? ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നിങ്ങൾ പലരുടെയും മരണം കണ്ടിട്ടുണ്ടാവും. മരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നിങ്ങൾ നിന്നിട്ടുണ്ടാവും. മരിക്കാൻ നേരത്ത് ഈ മരിക്കാൻ കിടക്കുന്ന ആള് പല കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പലരും പറയും ബോധം പോയി പിച്ചും പേയും പറയുന്നതാണ് എന്ന്. സത്യത്തില് ബോധം പോയി പിച്ചും പേയും പറയുന്നതല്ല അത്. നമ്മുടെ മരണസമയമാകുമ്പോൾ നമ്മൾ കട്ടിലേ കടന്ന് മരിക്കാറായി കിടക്കുമ്പോൾ മരിക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ആത്മലോകവുമായുള്ള ബന്ധം വരും. അപ്പോൾ ഓരോരുത്തർ ഓരോ കാഴ്ചകൾ കാണും. മാലാഖമാരെ അടുത്ത് നിൽക്കണ എല്ലാവരും തന്നെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാതാവിന്റെ ഭക്തരാണെങ്കിൽ നമ്മുടെ മരണനേരത്ത് മാതാവ് വന്ന് അടുത്ത് നിൽക്കും. ചിലർക്ക് മറ്റ് വിശുദ്ധന്മാരോടായിരിക്കും ഭക്തി. അങ്ങനെയുള്ളവർക്ക് ആ വിശുദ്ധന്മാര് വന്ന് മരണസമയത്ത് അടുത്ത് നിൽക്കും. പിന്നെ മരണസമയത്ത് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പിശാച് എന്ന് പറയുന്നത്. പിശാചിന്റെ ഒരു കൂട്ടം തന്നെ മരിക്കുന്ന ആളുടെ സമീപത്ത് നിൽക്കുന്നുണ്ടാവും. പിശാചിന് വേണ്ടിയുള്ള ആളാണെങ്കിൽ പിശാച് അവരെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടം പിശാചുകൾ വരും. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പ്രായമായ ഒരു വ്യക്തി മരിക്കാൻ കിടക്കുകയായിരുന്നു. ആ വ്യക്തി ജീവിതത്തിൽ മുഴുവൻ ദുർനടപ്പുകാരനായിരുന്നു.
അങ്ങനെ മരിക്കാൻ പശ്ചാത്താപിക്കാതെ, ജീവിതത്തിൽ പാവങ്ങൾക്ക് പശ്ചാത്താപിക്കാതെ മരിക്കാൻ കിടക്കുകയാണ്. ആ വ്യക്തി മരിക്കുന്ന കൃത്യസമയമായപ്പോൾ ഒരു കാറ്റും മഴയൊന്നുമില്ല. അടുത്ത് നിന്ന് ഒരു വലിയൊരു മാവിന്റെ വലിയൊരു ഏരം അപ്പൊ തന്നെ ഒടിഞ്ഞ് താഴോട്ട് വീഴുകയുണ്ടായി. ഇത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ മാവിന്റെ ഏരത്തില് പിശാചുക്കള് ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിശാച് ആ വ്യക്തിയെ നരകത്തിലോട്ട് കൊണ്ടുപോയതായി മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ നമ്മള് കർത്താവില് അധിക വിശ്വാസമുള്ള ഒരാളാണ് മരിക്കുന്നതെങ്കിൽ മരണസമയത്ത് നമ്മുടെ കർത്താവ് നേരിട്ട് നമ്മുടെ അടുത്ത് വരും. നിങ്ങൾ കണ്ട ഒരു ചിത്രം കണ്ടു കാണും, ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. ഒരു കന്യാസ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ചിരിച്ചു കിടക്കും. എന്തുകൊണ്ടാണ് ആ കന്യാസ്ത്രീ അങ്ങനെ ചിരിച്ചു കിടന്നത്? ആ കന്യാസ്ത്രീ മരിക്കാറായി കഴിഞ്ഞപ്പോൾ കർത്താവിനെ കണ്ടു കാണും. അതുപോലെ തന്നെ സ്വർഗം മുന്നിൽ കണ്ടു കാണും. അതിന്റെ സന്തോഷത്തിൽ ആണ് ആ കന്യാസ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ചിരിച്ച് കടന്നത്. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് ഒരാളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ടാവും. അല്ലാതെ ആ ആള് തന്നെയല്ല മരിക്കുന്നത്. അയാൾ മരിക്കാൻ നേരത്ത് ഒരുപാട് പേര് അരികിൽ നിൽപ്പുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മരണസമയത്ത് അരികിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണനേരത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വരും എന്ന് ഉറപ്പാണ്. അതുപോലെ നമ്മുടെ മരണസമയത്ത് അടുത്തിരിക്കുന്ന മറ്റൊരു കൂട്ടരാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവര് സ്വർഗത്തിലാണെങ്കിൽ അവര് നമ്മുടെ മരണസമയത്ത് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. ഇപ്പൊ പലരുടെയും മക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഹോദരൻ സഹോദരി മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ മരണസമയത്ത് അവര് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കും. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് നമ്മൾ കണ്ണടച്ച് ഒന്ന് തുറക്കുമ്പോൾ നമ്മൾ സ്വർഗമായിരിക്കും കാണാൻ പോകുന്നത്. അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇവരെയൊക്കെ ആയിരിക്കും നിങ്ങളും കാണാൻ പോകുന്നത്. അല്ല, അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ പറയുന്നത് പിച്ചും പേയും ഒന്നുമല്ല, അവർ ആത്മീയ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ന് ഞാൻ കുറച്ച് പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മരണസമയത്ത് നമ്മൾ എന്തായിരിക്കും പറയുക? എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ മരിക്കാറാവുമ്പോൾ അവസാനമായി പറയുന്ന വാക്ക് ദൈവമേ നന്ദി എന്നായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ മരിക്കാറായി കിടക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ മരണത്തെ ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഇതിലും നല്ല ഒരു ലോകത്തോട്ടാണ് മരണശേഷം പോകുന്നത്. കണ്ണുകൾ കാണാത്ത, ചെവികൾ കേട്ടിട്ടില്ലാത്ത ആ മനോഹരമായ സ്വർഗത്തിലോട്ട് നമ്മൾ മരണശേഷം പോകും. അവിടെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ നേരിൽ കാണും. നമ്മൾ മാലാഖമാരെ കാണും, വിശുദ്ധന്മാരെ കാണും, അതുപോലെ തന്നെ മാതാവിനെ കാണും. ഇങ്ങനെയുള്ള എല്ലാവരെയും കണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ മരിച്ചുപോയ എല്ലാവരെയും നമ്മളവിടെ സ്വർഗത്തിൽ കാണും. അതുകൊണ്ട് മരണത്തെ ഒട്ടും പേടിക്കണ്ട. മരണസമയത്ത് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് മരിക്കാനുള്ള കൃപയ്ക്കായി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.